ഹായ്. അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കണ്ടാലോ? ഇന്നത്തെ നമ്മൾ ഓർഡർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരാളുടെ കേട്ടോ ചെയ്തിട്ടുള്ളൂ. അവരുടെ ഒരു 5 ഓർഡറാണ്. ചുരിദാർ നൈറ്റി ആണ് കേട്ടോ. അപ്പം 5 2 നമുക്ക് ഫീഡിങ് സിബ് വെച്ചിട്ടും 3 ഫീഡിങ് ഓപ്ഷൻ ഇല്ലാണ്ടും ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് റാന്നി എന്നുള്ള പത്തനംതിട്ട റാന്നി എന്നുള്ള കസ്റ്റമറാണേ. ഇതാണ് ഫസ്റ്റ് വരുന്നൊരു ബ്ലൂ. അപ്പം നമ്മൾ നെക്കയിൽ അവർക്ക് വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലൂ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ സിബ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫീഡിങ് സിബ് ആണെന്ന് വെച്ചാലും ഒരു അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. കസ്റ്റമറുടെ അമ്മയ്ക്കുള്ളതാണ്. അപ്പോൾ എന്തോ അവർക്ക് ഹോസ്പിറ്റൽ സർജറി കേസ് എന്തോ ഉണ്ടായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഫുൾ ഫ്രണ്ട് ഓപ്പൺ ആണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ ഫുൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല, അങ്ങനത്തെ മോഡൽ നമ്മൾ ചെയ്യാറില്ല കേട്ടോ. പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടുകൂടിയാണ് നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്യാറില്ല. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് വലിയ സിബാണല്ലോ, നമ്മൾ ചുരിദാറിനൊക്കെ ബാക്കിൽ കൊടുക്കുന്ന പോലത്തെ വലിയ സിബാണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് നമുക്കൊരു 12 ഇഞ്ച് ഓപ്പൺ ആണ് കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ കൂടെ പീസ് തയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വെച്ചാൽ XXL സൈസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ചെസ്റ്റ് 50 ഇഞ്ച് വരുന്ന XXL സൈസാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പിന്നെ മെറ്റീരിയൽ ഒരുപാട് ബാലൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു 12 ഇഞ്ച് ഇവിടെ വരെ ഉണ്ട് കേട്ടോ. പുക്കിളിൻ്റെ ഭാഗം വരെ ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കൊടുത്തേക്കുന്നത് കേട്ടോ. ആ സിബിയിൽ അത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്പൺ ഫുൾ ലെങ്ത് ആണേ. അത് എനിക്ക് ഫുൾ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. അവർക്കൊരു 51 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ടൈപ്പിനാണെങ്കിലും നമുക്ക് ഫുൾ ലെങ്ത് കിട്ടാറുണ്ട്. പക്ഷെ വെച്ചാൽ കൈക്ക് കുറച്ച് ഇറക്കം കിട്ടുമ്പോൾ നമുക്ക് ലെങ്ത് XXL സൈസ് വരുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇത് എത്രയാണ് നമ്മൾ കൈയുടെ ലെങ്ത് കിട്ടിയേക്കുന്നത് കേട്ടോ. XXL ആണ്. പിന്നെ ഇത് കൈവണ്ണം നമുക്കൊരു 7 ഇഞ്ച്, അതായത് 2 സൈഡും കൂടി 14 ഇഞ്ച് വരുന്ന രീതിയിലായിരുന്നു നമ്മൾ കൈവണ്ണം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരെണ്ണം വരുന്നത്. പിന്നെ നെക്സ്റ്റ് അവർ 2 സിബിന്റെ ഓർഡർ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതാ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ നെക്കയിൽ നമ്മൾ ഒരു ഡാർക്ക് നേവി ബ്ലൂടെ തന്നെയാണ് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. ഇതും അതുപോലെ തന്നെ 12 ഇഞ്ച് നമ്മൾ സിബ് ഓപ്പൺ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മെറ്റീരിയൽ നമ്മൾ ജാസിയുടെ കൊളാബിനകത്ത് ചെയ്താർന്ന സെയിം മെറ്റീരിയൽ ആട്ടോ. അതിന്റെ ആ ഡിസൈൻ തന്നെയാണ്, അതിന്റെ കളർ ചേഞ്ച് ആണ് ഉള്ളത്. നമ്മൾ ജാസിക്ക് ഒരു ലൈറ്റ് ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഷെയ്ഡാണ് ചെയ്ത് കൊടുത്തത്. അപ്പൊ അതിന്റെ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് വരുന്നത്. ഇതാണ് വരുന്നത് ഫുൾ ഡിസൈൻ. കൈയും അത് സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് സിബ് കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്. ഇത് ഫുൾ ഓപ്പൺ ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ എന്തോരം ഉണ്ടായിരുന്നു. ഇത് ഇത്രയും ഉണ്ടാവും. ഇത്രയും നമുക്ക് ഓപ്പൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സർജറി ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു വയറിന്റെ ഭാഗം വരെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടേ. പിന്നെ അവരുടെ തന്നെ അമ്മയ്ക്കുള്ള വേറെ ഫ്രണ്ട് ഓപ്പൺ അല്ലാത്ത ടൈപ്പാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ലേസ് വെച്ച മോഡലാണേ. ചുരിദാർ നൈറ്റി തന്നെയാണ്, XXL സൈസ് തന്നെയാണ്. അപ്പോൾ ഇതേ XXLകാർ ചോദിക്കുന്നവർക്കായിട്ടാണ് കേട്ടോ. XXL നമ്മൾ ചെയ്യുന്ന മോഡലുകളാണ് ഇത് ചുരിദാർ നൈറ്റിയിൽ. ഇതും സാധാ സ്ലീവാണ്. അപ്പം നമ്മൾ ഇവർക്ക് വൈറ്റ് നെക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ അതിന് മാച്ചിങ് വരുന്ന ഒരു കോഫി മെറൂൺ ആണ് കേട്ടോ നെക്കയിൽ കൊടുത്തേക്കുന്നത്. വൈറ്റ് ലേസും വൈറ്റ് ഫ്ലവറും കൂടെ ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ. നല്ല ഡാർക്ക് എന്താ പറയുക ഒരു കോഫി മെറൂൺ ആണ്. ഒരു ചെറിയ വയലറ്റ് ചേർന്ന ഷെയ്ഡ് എന്നുകൊണ്ട് കൂടെ പറയാം കേട്ടോ. ആ ഒരു ഷെയ്ഡാണ്, അതിൽ വൈറ്റ് ആണ് വന്നേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അവരുടെ ഒരു ബ്ലൂ ആണ് കേട്ടോ. അതൊരു ലൈൻസ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ തന്നെ ഈ സെയിം ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പല കളറിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രോക്ക് നൈറ്റി ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തന്നെ ബ്ലൂ ആണ് വരുന്നത്. അപ്പം നമ്മൾ നെക്കയിൽ ബ്ലൂ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വൈറ്റ് നെക്ക് വെക്കാൻ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ നമ്മുടെ അടുത്ത് മുന്നേ തന്നെ ചെയ്യുമ്പോൾ പറയണം കേട്ടോ. കാരണം നമ്മൾ തുണിക്ക് മാച്ചിങ് വരുന്ന കളർ കോമ്പിനേഷൻ ഏതാണ് അതാണ് നെക്കയിൽ കൊടുക്കാറ്. അപ്പം അങ്ങനെ വൈറ്റ് കൊടുക്കാതെ ചിലർക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് നെക്കിൽ പെട്ടെന്ന് അഴുക്കാവും. പിള്ളേരെയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അഴുക്കാവും, അല്ലെങ്കിൽ കൈമരടിക്കുക, അങ്ങനെ പലരും വൈറ്റ് നെക്കയിൽ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് ചെയ്യുമ്പോൾ മുന്നേ തന്നെ പറയണം നെക്കിൽ വൈറ്റ് പീസ് കൊടുക്കണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് അവരങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കളർ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വൈറ്റ് ലേസും ഫ്ലവറും കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഫുള്ള് വരുന്നത്. XXL എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ചെസ്റ്റ് 50 ഇഞ്ചാണ് കേട്ടോ XXL വരുന്നത്. പല കമ്പനികളുടെ അളവും പല വ്യത്യാസമുണ്ട്. കാരണം പലരും സൈസ് പറയുമ്പോൾ പലതാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് XXL എന്ന് പറയുമ്പോൾ ചെസ്റ്റ് 50 ഇഞ്ചാണ് വരുന്നത്. അപ്പം ആ ഒരു അളവിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത്. ചുരിദാർ നൈറ്റിക്ക് നമുക്ക് ലെങ്ത് ഒരു മാക്സിമം 55 ഇഞ്ച് 56 ഇഞ്ച് വരെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവർക്ക് 51 മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 51 അല്ല ചെയ്തേക്കുന്നത്. 55 56 അതുവരെ ചില തുണികൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീനാണ്. എന്താ പറയുക ഒരു ബ്ലൂ ചേർന്ന ഗ്രീനാണേ. അതിനകത്ത് നമ്മൾ ഇതിനും നെക്കയിൽ ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്നിട്ട് വൈറ്റ് ലേസും വൈറ്റ് ഫ്ലവറും കൂടെ ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഫുള്ള് വരുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഈ 5 ആട്ടോ ചെയ്തുള്ളൂ, ചുരിദാർ നൈറ്റി മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കണം നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കട്ടിങ് വീഡിയോ, അതായത് നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ ഞൊറിവ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മുന്നേ അവർ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാനത് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഞൊറിവ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടില്ല, ചുരിദാർ നൈറ്റിയുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ കട്ടിങ് വീഡിയോയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം ചിലർ വീണ്ടും ഷോർട്സിൻ്റെ അടിയിലൊക്കെ ചോദിക്കാറുണ്ട് കട്ടിങ് വീഡിയോ ഇടുമെന്ന്. അപ്പം അത് ലോങ് വീഡിയോ കാണാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോയിൽ ഫ്രോക്ക് നൈറ്റിയുടെയും ചുരിദാർ നൈറ്റിയുടെയും ഓൾറെഡി കട്ടിങ് വീഡിയോ കിടക്കുന്നുണ്ട്. എല്ലാ സൈസിൻ്റെ ഇല്ലെങ്കിലും അതിൻ്റെ ഏകദേശം നമ്മൾ ചില സൈസുകളുടെയൊക്കെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞൊറിവ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടില്ല, ശരിയാണ്. അപ്പോൾ അത് ചെയ്യാത്തതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നിങ്ങൾ തയ്യൽ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതറിയില്ലാത്തവർക്ക് ചെയ്യണമെങ്കിൽ അത് അളവ് വെച്ച് കട്ട് ചെയ്യുന്നത് വീഡിയോ ആണെങ്കിലല്ലേ നിങ്ങൾക്കത് അതുപോലെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ അതിൽ താലിക്കെട്ട് മോഡലാണെങ്കിൽ അതിൻ്റെ സ്കെച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഓരോന്ന് ദിവസവും വരച്ച് നമുക്ക് ആ മോഡൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ അന്നേരം എല്ലാം നമുക്കത് ഓരോന്നായിട്ട് വരച്ചുകൊണ്ടിരിക്കാൻ ടൈമില്ല. കാരണം നമ്മൾ ബൾക്കായിട്ടിട്ട് എന്താ പറയുക, റെഡിമെയ്ഡുകാർ ചെയ്യുന്നോണം ബൾക്കായിട്ട് അട്ടിയിട്ടിട്ട് മെഷീനും കൊണ്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പീസാണ് കത്രികയ്ക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നേലും നമുക്ക് എന്താ പറയുക, അളവെടുത്ത് വരച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞൊറിവ് നൈറ്റിയുടെ സ്കെച്ചാണ് വെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ സ്കെച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവും, എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ആ സ്കെച്ച് വെട്ടിയെടുക്കണമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു അളവും എങ്ങനെ വെട്ടിയെടുക്കേണ്ടതെന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ കട്ടിങ്ങും പഠിച്ച ആളല്ല, ഞാൻ സ്റ്റിച്ചിങ്ങും അധികം പഠിച്ച ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധികാരികമായി പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അറിയുന്നവർക്ക് കാണുമ്പോൾ അതൊരു പൊട്ടത്തരായിട്ട് തോന്നാലോ. അപ്പോൾ അതൊക്കെയാണ് ഞാനത് ഞൊറിവ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാനത് ഇനി നമുക്ക് ഈ ആഴ്ചത്തെ ഓർഡറിൽ ഞൊറിവ് നൈറ്റി ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വീഡിയോ കാണിച്ചു തരാം. പക്ഷേ അതിനെക്കുറിച്ച് അളവെടുത്ത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. കാരണം നമ്മുടെ സ്കെച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിലും നമ്മുടെ അടുത്ത് ഒരു സ്കെച്ചേ ഉള്ളൂ. അപ്പം നമ്മളത് പല സൈസുകാർക്ക് ആ സ്കെച്ചിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് തുണിയായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഷോൾഡറിലും സൈഡ് അളവിലും എല്ലാം കുറേശ്ശെ മാറ്റങ്ങൾ വരുത്തി, അതായത് ഓരോ സൈസിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് നമ്മൾ ചെയ്ത് വന്നൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ സൈസായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല അത് ഞാൻ ചെയ്തു വരുമ്പോൾ നമുക്കിടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഞാൻ തയ്യൽ പഠിക്കാൻ പോയ സമയത്ത് എന്നെ കട്ടിങ് നൈറ്റിയുടെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ആകെ 2 മാസമേ പോയിട്ടുള്ളൂ. അതും വിവാഹശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് തയ്യൽ പഠിക്കാൻ പോയത്. അപ്പോൾ കുഞ്ഞു മോനെ ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ കഴിയും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അധികം തയ്യൽ പഠിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ഞൊറിവ് നൈറ്റിയുടെ കട്ടിങ് പഠിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ എന്താ പറയുക, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാനും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ നൈറ്റിയുടെ ബിസിനസ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ചേച്ചി ഒരു സ്കെച്ച് വെട്ടി തന്നു. ആ സ്കെച്ച് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പഠിച്ചത്. അത് വെച്ചിട്ട് ഞാൻ അതിൽ ചെറിയ ചേഞ്ചസ് ആണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം എനിക്ക് അറിയാവുന്നത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.